വേദിയിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പിതാവായ മാർ തോമസ് ശ്ലീഹായുടെ ദുഖറാന പെരുന്നാളിൻ്റെ സർവ്വ നന്മകളും ദൈവാനുഗ്രഹവും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്. നമ്മുടെ പിതാവിൻ്റെ സ്മരണ നമ്മെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ പിതാവിൻ്റെ കരുത്തുറ്റ നേതൃത്വം നമ്മുടെ സഭയെ മുന്നോട്ട് നയിക്കാൻ ഇടവരുത്തട്ടെ. സഭാദിനം നമ്മുടെ സഭയെക്കുറിച്ച് ഓർക്കാനും നമ്മുടെ സഭയുടെ മുൻപോട്ടുള്ള യാത്രയെ ആസൂത്രണം ചെയ്യാനും നമ്മുടെ കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കാനുമൊക്കെ കാരണമാകുകയാണ്. നമ്മുടെ സഭയുടെ വളർച്ച നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമാകുന്നതാണ്. 24 പൗരസ്ത്യ കത്തോലിക്ക സഭകളിലെ ആൾബലം കൊണ്ടും പ്രേക്ഷിത ആഭിമുഖ്യം കൊണ്ടും ഒരുപക്ഷെ ഉക്രൈനിയൻ സഭയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു സഭയാണ് നമ്മുടേത്. നമ്മളങ്ങനെ ഒരു കൊച്ചു സഭയായിട്ട് നിങ്ങളാരും കാണരുത്. പൗരസ്ത്യ സഭകളിലെ ഏറ്റവും ഗുണമേന്മയുള്ള, കഴിവുള്ള, കെട്ടുറപ്പുള്ള സഭയാണ് നമ്മുടേത്. കൃത്യമായ കണക്കുകൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ 50 ലക്ഷത്തോളം ആളുകൾ ഉണ്ട്. 50 ലക്ഷത്തിന് മുകളിലല്ല, താഴോട്ടാണ്. നമ്മുടെ സഭയ്ക്ക് കേരളത്തിലെ 13 രൂപതകളുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സഭ ഭാരതപ്പുഴയ്ക്കും പമ്പാ നദിക്കും ഇടയിലെ മാത്രം ഒതുങ്ങി നിന്ന ഒരു സഭയായിരുന്നു. നമ്മളെ ഈ 2 പുഴകൾക്ക് ഇടയിലെ പരിമിതപ്പെടുത്തിയ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഒരുപാട് ഹൃദയത്തിൻ്റെ കടപ്പാടോടും കൃതജ്ഞതയോടും കൂടെ കാർഡിനൽ എവ്ജിൻ തിസറങ്ങിനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, ഇന്ത്യയിലെ പാസ്പോർട്ടില്ലാതെ മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റുന്ന സീറോ മലബാർ സഭ ഒരു പരിമിതമായ സ്ഥലത്ത് പരിമിതപ്പെടുത്തുന്നത് ശരിയല്ലെന്ന്. അദ്ദേഹത്തിൻ്റെ ദൂരക്കാഴ്ചയാണ് നമ്മുടെ സഭ പമ്പയ്ക്കും ഭാരതപ്പുറയ്ക്കും അപ്പുറത്തേക്ക് വളരാൻ കാരണമായത്. കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരുപാട് കടപ്പാടോടും കൃതജ്ഞതയോടും കൂടെ ഇന്നേ ദിവസം ഞാൻ ഓർമ്മിക്കുകയാണ്. 2017 അദ്ദേഹം ഒക്ടോബർ മാസം 9-ാം തീയതി ഷംഷാബാദ് രൂപത സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ മെത്രാന്മാർക്ക് എഴുതിയ ചരിത്ര പ്രഖ്യാതമായിട്ടുള്ള കത്ത്, അത് സഭാശാസ്ത്രത്തിലെ വത്തിക്കാൻ സുഗനദോസിൻ്റെ ഒരു വ്യാഖ്യാന രേഖയാണ്.
വത്തിക്കാൻ സൂനദോസിൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് സഭയും സഭയുടെ ആധുനിക ലോകത്തിലെ സാന്നിധ്യവുമാണ്. അതുകൊണ്ട് സീറോ മലബാർ സഭ ഇന്ത്യ മുഴുവനും വ്യാപിപ്പിക്കാൻ പരിശുദ്ധ പിതാവെടുത്ത ചങ്കൂറ്റം നിറഞ്ഞ ഒരു തീരുമാനം ഇന്ന് നമ്മെ ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷനുള്ള ഒരു സഭയാക്കി മാറ്റിയിരിക്കുകയാണ്. മെയ് 13 2024 എൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനായിട്ട് പോയ അവസരത്തിൽ എൻ്റെ കൂടെ നമ്മുടെ എല്ലാ പെർമനൻറ്റ് സിൻഡ് അംഗങ്ങളും ഉണ്ടായിരുന്നു, സീനിയർ ബിഷപ്സ്. മാർപ്പാപ്പ എൻ്റെ കരം പിടിച്ചുകൊണ്ട് വാത്സല്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള കസാരയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, I know that you have a lot of people scattered in the Gulf countries. Why don't you enter into Gulf for the pastoral care of the Syro Malabar faithful? ഒരുപക്ഷെ നമ്മുടെ സഭയുടെ ഗൾഫിലേക്കുള്ള ചക്രവാളം ആകാശത്ത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതേ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മുടെ ഭാഗത്തു നിന്ന് അവസാനിച്ചു. അതേ സംബന്ധിച്ചുള്ള പരിശുദ്ധ പിതാവിൻ്റെ നിയോഗപ്രകാരമുള്ള തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. ഞാനിതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. പ്രതിസന്ധികൾ അല്ല, ചക്രവാളങ്ങളാണ് നമ്മുടെ കാഴ്ചപ്പാടുകളെ നയിക്കേണ്ടത്. നമ്മുടെ സിനഡിലെ അവതരിപ്പിക്കപ്പെട്ട കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അഭിമാനബോധത്തോടുകൂടെ പറയാൻ സാധിക്കും, ഈ വർഷം നമ്മുടെ സഭയ്ക്ക് 283 നവവൈദികരെ അഭിഷിക്തരായിട്ടുണ്ട്. ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിലെ ഒരു സഭയ്ക്ക് ഇത്രയധികം 283 നവവൈദികർ നമുക്കുണ്ടായിട്ടുണ്ട്. രൂപതകൾക്ക് വേണ്ടിയും സന്യാസമൂഹങ്ങൾക്ക് വേണ്ടിയും 145 പേർ പുരുഷ സഭാംഗങ്ങൾ സന്യാസ സഭകളിൽ നിത്യവ്രതം ചെയ്തിട്ടുണ്ട്. 272 പേരെ പ്രഥമവ്രത വാഗ്ദാനം നടത്തിയിട്ടുണ്ട്. 338 പേരെ സന്യാസിനി സഭകളിലെ ദൈവത്തിന് വേണ്ടി സമർപ്പണം ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ദൈവത്തിൻ്റെ നടത്തിപ്പ് എത്രയോ നമുക്ക് അനുകൂലമാണ്. 3056 രൂപതാ വൈദികർ നമ്മുടെ സഭയ്ക്കുണ്ട്. 4991 പുരുഷ സന്യസ്തരെ വൈദികരും ബ്രദേഴ്സും അടക്കം നമുക്കുണ്ട്. 32,114 സന്യാസിനികൾ നമ്മുടെ സഭയ്ക്കുണ്ട്. 1214 മേജർ സെമിനാരിക്കാരെ വൈദികാർത്ഥികളായിട്ട് സെമിനാരികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സിറോ മലബാർ സഭയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള കടപ്പാട് ഞാൻ ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ നമുക്ക് മധ്യസ്ഥനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്ക ശുശ്രൂഷയിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രതിനിധിയായിട്ട് സന്നിഹിതനായിരുന്നു. 2025 ഏപ്രിൽ 26 അദ്ദേഹത്തിൻ്റെ കബറടക്ക ശുശ്രൂഷയിലെ ഓറിയൻ്റൽ സഭകളുടെ
തലവന്മാർ മാത്രം ചേർന്ന് നടത്തിയ പ്രാർത്ഥനാ ശുശ്രൂഷ ഇത്തവണത്തെ പരിശുദ്ധ പിതാവിൻ്റെ കബറടക്ക ശുശ്രൂഷയിലെ നിർണായകമായിട്ടുള്ള ഒരു സാന്നിധ്യം ഓറിയൻ്റൽ സഭകൾക്കുണ്ടെന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഞാൻ കാണുകയാണ്. മെയ് 18, 2025 പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ പരിശുദ്ധ പിതാവ് ഞങ്ങളെ ഓറിയൻ്റൽ സഭാതലവന്മാരെ വ്യക്തിപരമായി കാണുകയും ഞങ്ങളോട് സംഭാഷണം നടത്തുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. I know the Syro Malabar Church very well. I have not visited your churches. I have come often to Kerala as a superior general of Augustinians. I have always gone to Varapulli. But I know that your church is close to Varapulli Basilica. So I know your church. Next time, when I visit India, I will have the pleasure to visit your church also. പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ തുടർന്നുള്ള അജപാലന ശുശ്രൂഷയിലെ സിറോ മലബാർ സഭയ്ക്ക് ഉള്ള കൂട്ടുപങ്കാളിത്തവും സിറോ മലബാർ സഭയുടെ നിർണായക സംഭാവനകളും സഭയുടെ നാമത്തിൽ ഉണ്ടെന്ന് ഞാനിവിടെ പരസ്യമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അറിയിക്കുകയുമാണ്. സിറോ മലബാർ സഭ 2026 സാമുദായിക ശാക്തീകരണ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. ഞാൻ ഇത് പറയാൻ ഉള്ള കാരണം നമ്മുടെ സഭ വളരുകയാണ് തീർച്ചയായിട്ടും. പക്ഷേ ആൾബലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സഭ താഴോട്ട് പോരുകയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ കണക്കുകൂട്ടലുകൾ ഇന്ന് വളരെ കൂടുതൽ സമ്മർദ്ദം നമ്മുടെ കുടുംബങ്ങളിൽ ചെലുത്തുന്നുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തിലെ 10ാമത്തെ കൊച്ചനാണെന്ന്. ചിലർ കളിയാക്കി ചിരിക്കാറുണ്ട്, ചിലർ അത്ഭുതത്തോടുകൂടെ നോക്കാറുണ്ട്. പക്ഷേ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ഞാൻ നിനക്ക് മക്കളെ നൽകുമെന്നുള്ള വാഗ്ദാനം നമ്മളത് മറക്കാൻ പാടില്ല. അത് കാലഘട്ടത്തിന് അതീതമായിട്ടുള്ളൊരു വാഗ്ദാനമാണ്. കണക്കുകൾ കൊണ്ട് എല്ലാം നമുക്ക് അനുകൂലമാക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ സഭ തളരും. അംഗബലത്തിലും നമ്മുടെ സഭയുടെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തന ചൈതന്യത്തിലും. അതുകൊണ്ട് നമുക്ക് കുറേ കൂടെ ആൾബലമുള്ളൊരു സഭയായിട്ട് തീരാൻ നമ്മൾ കൂടുതൽ ദൂരക്കാഴ്ചയോടുകൂടെ ചിന്തിക്കണമെന്ന് ഞാൻ ഈ സഭാദിനത്തിലെ സഭയുടെ എല്ലാ മക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ആൾബലമില്ലാത്തൊരു സഭ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സഭയായിട്ട് മാറും. ഞാൻ ഒരിക്കൽ കൂടെ എല്ലാവരോടും കടപ്പാടും കൃതജ്ഞതയും പറയുകയാണ്. MSMI സിസ്റ്റേഴ്സ് ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത അനിതര സാധാരണമായിട്ടുള്ള ശുശ്രൂഷ, അത് വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് ഒതുക്കാൻ കഴിയാത്തതാണ്. My dear sisters, we will never forget you. We will remember with a lot of gratitude and obligation for your sincere, committed service for all of us. Thank you, sisters. അടുത്ത വർഷങ്ങളിലേക്കുള്ള ശുശ്രൂഷയ്ക്കുള്ള ടീം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊരു പകപ്പൊക്കെയുണ്ട്. സിസ്റ്റേഴ്സ് ഡോണ്ട് ഗെറ്റ് വറീഡ്. ഇതൊരു കുടുംബമാണ്.
എല്ലാവരും ഒന്നായിട്ട് ഒന്നിച്ചു പോകുന്നൊരു കുടുംബമാണ്. നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നതിലെ ജോലികൾ സുഗമമായിട്ട് നിർവഹിക്കാൻ ഞങ്ങളെല്ലാവരും നിങ്ങളോട് കരം ചേർത്ത് പിടിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ സഭയുടെ 2 ചക്രവാളങ്ങളെക്കുറിച്ച് മാത്രം സൂചിപ്പിച്ച് നിർത്തുകയാണ്. The Syro-Malabar Church is becoming more a migrant church. You shall not forget it. We are becoming more and more a migrant church. നമ്മുടെ മക്കളൊക്കെ വിട്ടുപോകുകയാണ് പുറത്തേക്കും വിദേശ നാടുകളിലേക്കും. അതിൽ അസ്വസ്ഥത നമ്മൾ കാണിക്കേണ്ട. പക്ഷേ മൈഗ്രൻസ് എല്ലാം തന്നെ മിഷണറിമാരാണെന്നുള്ള സത്യം മറക്കരുത്. വെരി ഓഫൺ അച്ഛനും കന്യാസ്ത്രീയും നാട് വിട്ടുപോയാലും മിഷൻ പ്രവർത്തനത്തിന് പോയി എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ അൽമായരും നാട് വിട്ടു പോകുമ്പോൾ അവർ മിഷൻ പ്രവർത്തനത്തിന് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ചിക്കാഗോ രൂപത 25 വർഷങ്ങൾ പൂർത്തിയാക്കാൻ പോവുകയാണ്. മെൽബണിലും UK-യിലും നമുക്ക് രൂപതകൾ കിട്ടി. അവിടെയൊക്കെ നമ്മുടെ രൂപതകൾ വളരുകയാണ്, ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ തുടരാൻ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഞാൻ അൽമായരുടെ ശുശ്രൂഷകൾ എത്ര മനോഹരമാണെന്ന് പറയാൻ ആഗ്രഹിക്കുക. സഭയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മേഖലകളിലെ ഇന്ന് അൽമായരെ മാധ്യമരംഗത്തും ആതുര സേവന രംഗത്തും ആരോഗ്യ മേഖലകളിലൊക്കെ അൽമായരുടെ നേതൃത്വം ശക്തമാണ്. വൈദികരുടെ എണ്ണം കുറയുന്നില്ലെങ്കിലും സന്യസ്തരുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയുകയാണ്. തമ്പുരാൻ സഭയെ ഏൽപ്പിച്ച ദൗത്യം ഞാനും നിങ്ങളും അൽമായനോ സന്യസ്തരോ വൈദികരോ എന്ന വ്യത്യാസം കൂടാതെ കർത്താവിൻ്റെ മഹത്വത്തിനും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാധ്യസ്ഥം വഴി നിർവഹിക്കാൻ ഇടയാകാൻ ഈ സഭാദിനം നമ്മെ നമുക്ക് കരുത്ത് പകരട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് സഭാദിനത്തിൻ്റെ സർവ്വനന്മകളും നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.